പരിശുദ്ധ ശഅബാനിലെ തിങ്കളാഴ്ച രാവ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഒരത്ഭുത സ്വലാത്ത് ഒന്ന് പൊടി തട്ടിയെടുത്ത് ഓർക്കാം. ഈ സ്വലാത്ത് മനസ്സറിഞ്ഞു ചൊല്ലിയാൽ ഒരു സിഹറും ഒരു കണ്ണേറും നിങ്ങളെ തൊടില്ല. പല ആളുകളും പറയുന്നുണ്ട്, ഉസ്താദേ സിഹറാണ് പ്രശ്നമാണ്, കണ്ണേറ് കൊണ്ടൊരു രക്ഷയില്ല, ജീവിതമാകെ തകർന്നുപോയി. എത്ര വലിയ പ്രയാസത്തിൽ നിങ്ങൾ പെട്ടാലും കൈ പിടിച്ചുയർത്തുന്ന സ്വലാത്ത്. മാത്രമല്ല, ഈ സ്വലാത്ത് ചൊല്ലിയിട്ട് കണ്ണിലൊന്ന് തടവിയാൽ നിങ്ങളുടെ കണ്ണിന് അള്ളാഹു വല്ലാത്തൊരു പ്രത്യേകത തരുമെന്നാണ്. അങ്ങനെയുള്ള ഈ അത്ഭുത സ്വലാത്ത് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ റബ്ബുൽ ആലമീനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉംറ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുണ്ട്. ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഹാപ്പി അല്ലേ? ഇത് ശഅബാൻ മാസത്തിലെ മനോഹരമായൊരു തിങ്കളാഴ്ച രാവ് കടന്നു വരികയാണ്. ശഅബാൻ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? മുത്തുനബിയുടെ സ്വലാത്ത് തന്നെയാണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അള്ളാഹുവും അവൻ്റെ മലക്കുകളും സ്വലാത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ മനോഹരമായ ആയത്തിറക്കിയിട്ട് നമ്മളോട് ചൊല്ലാൻ അള്ളാഹുവിൻ്റെ കൽപ്പന വന്ന മാസം. അപ്പോൾ നമ്മൾ എത്ര സ്വലാത്ത് ചൊല്ലണം? വെറുതെ അങ്ങനെ ഇങ്ങോട്ട് ചൊല്ലുന്നതിലല്ല. ചിലർ പറയും ഞങ്ങൾ 1000 സ്വലാത്ത് ഇങ്ങനെ ഡെയിലി ചൊല്ലും, കൂലി കിട്ടും. കൂലി മാത്രം പോരല്ലോ നമുക്ക് എന്ത് വേണം? മഹബത്ത് വേണം. ഹബീബായ തങ്ങളോട് മഹബത്ത് വേണം. മഹബത്ത് നിറഞ്ഞു നിൽക്കെ ഒരു പ്രണയകാവ്യം പോലെ മുത്തുനബിയെ പ്രണയിച്ചുകൊണ്ട് എൻ്റെ ഹബീബ് എന്നെ ഒന്ന് നോക്കൂലേ, എൻ്റെ ഹബീബ് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കൂലേ, എൻ്റെ ഹബീബ് എന്നെ ഒന്ന് വിളിക്കില്ലേ, ആ കൊതിയോടുകൂടെ മുത്തുനബിയെ പ്രണയിച്ച് സ്വലാത്ത് ചൊല്ലി നോക്കണേ. വല്ലാത്ത മധുരമാണത്, വല്ലാത്തൊരു മധുരമാണ്. ആ മധുരം ആസ്വദിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാനിന്ന് ഒരു ചെറിയ സ്വലാത്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഇത് വല്ലാത്ത അത്ഭുതം നിറഞ്ഞൊരു സ്വലാത്താണ്. ഈ സ്വലാത്ത് പതിവാക്കുന്ന മനുഷ്യർക്ക് വമ്പൻ മഹത്വങ്ങളാണ്. സിഹർ, കണ്ണേറ് പോലുള്ള എല്ലാ മാരക പ്രയാസങ്ങളിൽ നിന്നുപോലും അള്ളാഹു റബ്ബുൽ ആലമീൻ പ്രൊട്ടക്ഷൻ തരുന്ന അതിവിശിഷ്ടമായൊരു സ്വലാത്താണ്. ഇതിൻ്റെ ചില മഹത്വങ്ങൾ നമുക്ക് പഠിക്കാം. ഒന്നാമത്തൊരു പ്രത്യേകത, ഒരു തവണ ചൊല്ലിയാൽ ഹൃദയം പ്രകാശിക്കും. അപ്പം ഞാനൊക്കെ ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്, ചൊല്ലേണ്ടതുപോലെ ചൊല്ലണം. ഹബീബായ തങ്ങളെ മഹബത്ത് വെച്ച്, ഹബീബായ തങ്ങൾ വെറുക്കുന്നതിൽ നിന്ന് മാറി നിന്ന് മുത്തുനബി തങ്ങൾ ഇഷ്ടപ്പെടുന്നതിനെ ഇഷ്ടപ്പെട്ട് അവിടുത്തെ സുന്നത്തുകളെ അനുധാവനം ചെയ്ത് അവിടുത്തെ അങ്ങേയറ്റം സർവസ്വത്തെക്കാളും തന്നെക്കാളേറെ അവിടുത്തെ പ്രണയിച്ച് ഒരു സ്വലാത്ത്, ഈ സ്വലാത്ത് ഒരു തവണ ചൊല്ലിയാൽ തന്നെ ഹൃദയം ഇങ്ങനെ പ്രകാശിക്കുന്നത് അനുഭവിക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തൊരു പ്രത്യേകത, ഈ സ്വലാത്ത് ചൊല്ലിയാൽ 80 വർഷത്തെ, ഈ പറഞ്ഞ ക്വാളിറ്റിയിൽ ചൊല്ലുമ്പോഴാണ് 80 വർഷത്തെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. എത്ര വർഷം നമ്മൾ ജീവിക്കും? 80 വർഷത്തെ ചെറുപാപങ്ങൾ പൊറുക്കാൻ ഈ സ്വലാത്ത് കാരണമാവും. പക്ഷെ നമ്മൾ ചൊല്ലൂല. കാരണം എന്താ? തൗഫീഖില്ല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തത്, അള്ളാഹിൻ്റെ റഹ്മത്തിന് കാരണമാണെന്നാണ്. ഈ സ്വലാത്ത് പതിവാക്കുന്ന ഒരു മനുഷ്യനിലേക്ക് അള്ളാഹിൻ്റെ റഹ്മത്തിൻ്റെ തിരുനോട്ടം ഉണ്ടാവും. അവൻ്റെ റഹ്മത്തിൻ്റെ ഒരു നോട്ടം കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ അല്ലേ? അവൻ്റെ റഹ്മത്തിൻ്റെ ഒരു നോട്ടം. നാളെ ആഖിറത്തിൽ ചെല്ലുന്നൊരു മനുഷ്യനോട് അള്ളാഹ് ചോദിക്കും, അവൻ്റെ അമലുകളൊക്കെ തീർന്നു, ഒന്നുമില്ല കയ്യിൽ, പിന്നെ നീ എന്താ നോക്കി നിൽക്കുന്നേ? അടച്ചോനെ, നിൻ്റെ റഹ്മത്തിന് വേണ്ടിയിട്ടാണ്. എങ്കിൽ എൻ്റെ റഹ്മത്ത് നിനക്കതാ ലഭിച്ചിരിക്കുന്നു, ഇവനെ സ്വർഗത്തിലേക്ക് വിട്ടേക്കുന്നതാണ്. റഹ്മാനായ റഹീമായ റബ്ബ് അവൻ അങ്ങേയറ്റം കാരുണ്യവാനാണ്. എന്നാൽ വല്ലാഹു ശദീദുൽ ഇഖാബ്, അതികഠിനമായി ശിക്ഷിക്കുന്നവനുമാണ് അല്ലാഹ്. ഇതിൻ്റെ ഇടയിൽ അവൻ്റെ റഹ്മത്തിൻ്റെ ഒരു തിരുനോട്ടം കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടില്ലേ? ആ നോട്ടത്തിന് ഈ സ്വലാത്തൊരു കാരണമാണ്. മറ്റൊന്ന്, നമ്മുടെ സ്ഥാനത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമാകും, ദുനിയാവിലും ആഖിറത്തിലും. ദുനിയാവിലിപ്പോൾ പ്രൊമോഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള ആളുകൾ, പ്രൊമോഷൻ കിട്ടാൻ ദ്വാരക്കണമെന്ന് പറഞ്ഞവർ, ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്തിട്ടുള്ളവർ, വിദേശത്ത് ഒരു ജോലിക്ക് സ്ഥാനക്കയറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ അല്ലേ? നല്ല ശമ്പളം കൂടുതൽ കിട്ടുള്ളൂ, വീട് പണി നടത്തണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആഖിറത്തിൽ സ്ഥാനക്കയറ്റത്തിനോ അതിനും എല്ലാത്തിനും ഈ സ്വലാത്ത് പതിവാക്കുന്നവർക്ക് കാരണമാണെന്നാണ്. അഞ്ചാമത്തൊരു പ്രത്യേകത, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്താണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. നമ്മുടെ ഉമ്മ നമ്മളെ കണ്ടാൽ തിരിഞ്ഞു നോക്കൂല അല്ലേ?
നമ്മളെ കൊണ്ടു നടക്കണം. നമ്മളെ പൊന്നുമ്മ നമ്മളെ കണ്ട തിരിഞ്ഞു നോക്കൂല. വാപ്പാക്ക് വേണ്ട, മക്കൾക്ക് വേണ്ട, ഇണയ്ക്ക് വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട, ഭർത്താവിന് വേണ്ട, മക്കളെ വേണ്ട, ആർക്കും വേണ്ടാന്നേ. ആർക്കും വേണ്ടാണ്ട് ചപ്പ് ചവറായി നമ്മൾ നിൽക്കുന്നൊരു വേളയുണ്ട്, അലറിക്കറിയുന്ന വേള. കഴുത്തറ്റം വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുമ്പോൾ ഒരു മധുരം പോലെ നമ്മുടെ ചെവിയിലേക്ക് വന്ന് വീഴുന്നൊരു ശബ്ദമുണ്ട്, അനലഹ അനലഹ. മക്കൾ കരയല്ലേ, ഞാനുണ്ട് നിങ്ങൾക്ക്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തിൻ്റെ ശഫാഅത്തിന് നമ്മളെ തിരിച്ചറിയണ്ടേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്ത് പതിവാക്കിക്കോ, അവിടെ നിന്ന് തിരിച്ചറിയുന്നവരിൽ ഉൾപ്പെടാൻ കഴിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആറാമത്തൊരു പ്രത്യേകത, സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാകും. സിഹറുകൊണ്ട്, കണ്ണേറുകൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് അല്ലേ? രക്ഷ വേണോ? ഈ സ്വലാത്ത് പതിവാക്കിക്കോ, അള്ളാഹു കാവൽ തരും. സിഹർ സത്യമാണ്, കണ്ണേർ സത്യമാണ്. ജീവിതം മരണം വരെ സംഭവിക്കാൻ കാരണമാണെന്നാണ്. വലിയ അപകടങ്ങൾ കണ്ണേർ സിഹർ കൊണ്ടുണ്ടാവും. പക്ഷെ എന്ത് കണ്ണേറാണെങ്കിലും സിഹറാണെങ്കിലും വമാഹും ബിദ്ദാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ. അള്ളാഹ് ഉദ്ദേശിച്ചാലല്ലാതെ ഒന്നും ഫലിക്കൂല. അള്ളാഹ് ഉദ്ദേശിക്കുകയാണ് നമുക്ക് ഫലിക്കണം. അത് മാറിപ്പോകാൻ അള്ളാഹ് എന്നെ ഉദ്ദേശിക്കണം. ആ ഉദ്ദേശത്തിന് ഈ സ്വലാത്ത് കാരണമാണ്. മനസ്സിലായോ? ഇനി ഏഴാമത്തേത്, മലക്കുകളുടെ കാവൽ, മലക്കുകളുടെ പ്രൊട്ടക്ഷൻ. ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ തന്നെ കാവൽ. ഒരു യാത്രക്ക് പോകാൻ നേരത്തെ ഈ സ്വലാത്തും ചൊല്ലി ഇറങ്ങിക്കോ, ജിബ്രീലിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മുടെ കൂടെ അലൈഹിസ്സലാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയോ നല്ല മരണം. എട്ടാമത്തെ ഒരു പ്രത്യേകത, നല്ല മരണം. മരിക്കുമ്പോൾ ഇങ്ങനെ മുത്തായ തങ്ങളെ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തിരുമുഖം ഇങ്ങനെ കണ്ട് പുഞ്ചിരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി വിട പറയാൻ വല്ലാത്തൊരു തൗഫീഖ് നമുക്ക് ലഭിക്കുകയാണ്. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ ചമ്പുരാനെ. ഒമ്പതാമത്തേത്, ഹലാലായ മുറാദുകളൊക്കെ ഹാസിലാകും. ഹലാലായ എന്തോരം മുറാദുകളല്ലേ? ഈ കമൻറ്റ് ബോക്സ് നോക്കിയാൽ നിറച്ച് മുറാദുകളാണ്. എന്തോരം സങ്കടങ്ങളാണ് അല്ലേ? മക്കളുടെ പരീക്ഷക്കാര്യം, മക്കളെ കെട്ടിക്കാൻ വഴിയില്ല, വിവാഹം നടക്കുന്നില്ല, വീട് പണി പൂർത്തീകരിക്കാൻ പറ്റണില്ല, കടക്കെണിയിലാണ്, സിഹറിലാണ്, കണ്ണേറിലാണ്, മക്കളില്ല, ഗർഭിണിയാണ്, എന്തെല്ലാം ആഗ്രഹങ്ങൾ. ഈ സ്വലാത്ത് പതിവാക്കിക്കോ, ആഗ്രഹങ്ങൾ മുഴുവൻ അള്ളാഹു സാധിപ്പിച്ചു തരുമെന്നാണ്. ഡെയിലി ഒരു 101 തവണ പതിവാക്കാൻ പറ്റുമോ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പറ്റില്ലേ? 99. അത്ര പറ്റില്ലേ? 77. അത്രയും പറ്റില്ലേ? 51. അതും പറ്റില്ലെങ്കിൽ 33. ഇനി അതും പറ്റില്ലെങ്കിൽ ഒരു 17 തവണ. അതിനും പറ്റുന്നില്ലെങ്കിൽ 11 തവണ. അതിനും പറ്റുന്നില്ലെങ്കിൽ 3 തവണ. അതിൽ കുറയരുത്. 3 തവണയെങ്കിലും ഡെയിലി ഈ സ്വലാത്ത് പതിവാക്കാൻ പറ്റണം. ഡെയിലി നമ്മളിങ്ങനെ ഈ സ്വലാത്ത് കുറച്ച് ചൊല്ലിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിലിങ്ങനെ ഇശ്ഫി എന്ന് മന്ത്രിച്ച് നമ്മളിങ്ങനെ കുടിച്ചാൽ, പതിവായി കുടിച്ചാൽ മാരക രോഗങ്ങൾ പോലും ശമിക്കുമെന്നാണ്. നിസ്കാരമില്ല, നോമ്പുമില്ല, ഒന്നുമില്ല, സ്വലാത്തും ചൊല്ലിയിരുന്നാൽ മതിയോ? അതുപോരാ. നിസ്കാരം കൃത്യമായി, ഇബാദത്തുകൾ കൃത്യമായി, അള്ളാഹനുസരിക്കുന്ന കുട്ടിയായിട്ട് നമ്മൾ ഈ സ്വലാത്തൊന്ന് ചൊല്ലി നോക്കി, നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. പതിവായി സ്വലാത്ത് ഒരു 33 തവണ ഡെയിലി ചൊല്ലിയിട്ട് ഇശ്ഫി മന്ത്രിച്ചിട്ട് രോഗിക്കൊന്ന് കുടിക്കാൻ കൊടുത്തു നോക്കിയാൽ രോഗിയുടെ അസുഖത്തിന് അള്ളാഹു ശമനം തരുമെന്നാണ്. ഏതാണ് സ്വലാത്ത്? സ്വലാത്തിന് ഒരുപാട് പേരുണ്ട്. സ്വലാത്തു നൂറുൽ അബ്സാർ, നൂറുൽ അബ്സാർ എന്ന പേരുണ്ട്. പിന്നെയോ നമുക്ക് ഏറ്റവും സുപരിചിതമായൊരു പേരുണ്ട്, സ്വലാത്തു തിബ്ബ്. ഇപ്പം മനസ്സിലായി ഏതാണ് സ്വലാത്ത് എന്നല്ലേ? സ്വലാത്തു തിബ്ബ്, എല്ലാ രോഗങ്ങൾക്കും ശമനമേകുന്ന സ്വലാത്ത് അല്ലേ? എല്ലാ രോഗങ്ങൾക്കും ശമനമേകുന്ന സ്വലാത്ത്. നമുക്കൊരു 11 പ്രാവശ്യം സ്വലാത്തൊന്ന് ചൊല്ലിയാലോ അല്ലേ? ഒരു 11 തവണ സ്വലാത്ത് ഏതാ നമുക്കറിയാലോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബ്ദാനി വശിഫാഇഹാ വന്നൂരിൽ അബ്സാരി വദിയാഇഹാ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. വല്ലാത്തൊരു സ്വലാത്താണ്. ഒരു 11 തവണ നമുക്ക് ഒരുമിച്ചൊന്ന് ചൊല്ലാം. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم.
اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. الحمد لله. الله قبول ചെയ്യട്ടെ. അല്ലാഹുവേ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ, ഞങ്ങളുടെ നേതാവായ മുത്തുനബിയുടെ മേൽ നീ സ്വലാത്ത് ചെയ്യണേ. തുബ്ബിൽ ഖുലൂബി വദവായിഹ, ഹൃദയത്തിന് മറ്റു പ്രയാസങ്ങൾക്കൊക്കെ ശിഫ നൽകുന്ന, ശമനം നൽകുന്ന മുത്തുനബി. വആഫിയത്തിൽ അബ്ദാനി വശിഫായിഹ വന്നൂരിൽ അബ്സാരി വദിയായിഹ, കണ്ണിന് കുളിർമയേകുന്ന, ഹൃദയത്തിന് കുളിർമയേകുന്ന മുത്തുനബി. അവിടുത്തെ മേലും അവിടുത്തെ കുടുംബത്തിൻ്റെ മേലും സ്വഹാബാക്കളുടെ മേലിലും നീ സ്വലാത്ത് ചെയ്യണേ അല്ലാഹ് എന്നുള്ള മനോഹരമായ ഒരു സ്വലാത്ത്. ഈ സ്വലാത്ത് എപ്പോൾ ചൊല്ലിയാലും ഒരു തവണ ചൊല്ലിയിട്ട് കയ്യിലിങ്ങനെ 2 വിരലുകൾ ചേർത്ത് വെച്ച് ഒരു ചുംബനം ഇല്ലേ, ഇവിടെ ഇങ്ങനെ ചുംബനം കൊടുത്ത് കണ്ണുകളിൽ ഇങ്ങനെ തടവിയാൽ കണ്ണ് അസുഖങ്ങളിൽ നിന്ന് കാവലാണ്, കണ്ണിന് കുളിർമയുണ്ടാകുമെന്നാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ അതൊക്കെ ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അതിനൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. ചിലപ്പോൾ നമുക്ക് ആഖിറത്തിൽ മുത്തുനബിയെ കൺകുളിർമയോടെ കാണാൻ ഇതിനവസരം തരുമെന്നായിരിക്കാം. ഇമാമിങ്ങൾ പറഞ്ഞതല്ലേ, ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ 101 തവണ ചൊല്ലാൻ പറ്റിയാൽ എങ്ങനെ പോട്ടെ, ഒരു 33 തവണ ഡെയിലി പതിവാക്കാൻ പറ്റുമോ? പതിവാക്കിയാൽ അത്രമേൽ നല്ലതാണ്. നമ്മുടെ ഉമ്മയും ബാപ്പയും ഒക്കെ കൈവിടുമ്പോൾ നമ്മളെ തിരിച്ചറിയുന്ന മുത്തുനബിയല്ലേ, ആ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്ത് ചൊല്ലിയെങ്കിലേ അവിടെ നിന്ന് നമ്മളെ തിരിച്ചറിയുള്ളൂ എന്നാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ശഅബാൻ മാസം മുതൽ ഇതിങ്ങനെ പതിവാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം, മഹദിയായ മാരിയത്തുൽ ഖിബ്തിയ റളിയല്ലാഹു അൻഹയിൽ മുത്തുനബിക്ക് ജനിച്ച കുട്ടിയുടെ പേരെന്താണ്? അത് സയ്യിദുന ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ആണ്. അള്ളാഹു അടുത്ത മദദ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ഇബ്രാഹിം നബിയുടെ ശത്രുവായിരുന്ന രാജാവിൻ്റെ പേരെന്താണ്? ഉംറക്ക് ആരെയാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത്? അള്ളാഹു ഖൈറായവരെ തിരഞ്ഞെടുക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين
അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർറഹീമായ റബ്ബേ, ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാ. ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരറ്റ മഹബത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബ് നിറയ്ക്കണേ അല്ലാ, കൽബ് നന്നാക്കണേ അല്ലാ, മുത്തിൻ്റെ തിരുനോട്ടം നൽകണേ അല്ലാ, അവിടത്തോടുള്ള പ്രണയം തരണേ അല്ലാ, ആ പ്രണയത്തിൻ്റെ ഫലമെന്നോണം ജീവിതത്തിൽ സന്തോഷം തരണേ അല്ലാ, ഞങ്ങളുടെ കുഞ്ഞുമക്കളെ നന്നാക്കണേ അല്ലാ. ഒരുപാട് കുട്ടികൾ പലവിധ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉന്നത വിജയം നൽകണേ അല്ലാ, നന്നായി എഴുതാൻ തൗഫീക്ക് നൽകണേ അല്ലാ, ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. യാ റബ്ബന, ഞങ്ങളുടെ കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ല, ഐക്യം നൽകണേ അല്ല, ഛിദ്രതകളിൽ നിന്ന് കാവലേകണേ അല്ല, ഇണകളെ സന്താനങ്ങളെ നന്നാക്കണേ അല്ല. പടച്ചവനെ, എത്രയെത്ര അസുഖബാധിതരാൻ ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് പരിപൂർണ്ണ ശിഫ നീ നൽകണേ അല്ല, ആജിലും കാമിലുമായ ശിഫ നൽകണേ അല്ല. റഹമുറാഹിമായ തമ്പുരാനെ, കടങ്ങളേറ്റെടുക്കണേ അല്ല, ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ല, ഇല്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ കൊടുക്കണേ അല്ല, സന്താനങ്ങളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ പ്രദാനം ചെയ്യണേ അല്ല. യാ റബ്ബന, വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം കൊടുക്കണേ അല്ല, വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ല. പടച്ചവനെ, വിവാഹം ഉറപ്പിച്ചവരുണ്ട്, ഭംഗിയായി നടത്താൻ തൗഫീക്ക് നൽകണേ അല്ലാ. കരുണക്കടലായ റഹ്മാനായ റഹീമായ റബ്ബേ, നീ ഞങ്ങളെ കൈവിടിയല്ലേ അല്ലാ. നീ ഞങ്ങളെ കൈവിടിഞ്ഞാൽ ഞങ്ങൾക്കൊരച്ചാണിയില്ല അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല റബ്ബേ, ഈ മനസ്സലാമത്താക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ ജന്നാത്തുൻ നഈമിൽ നിൻ്റെ കാരുണ്യം കൊണ്ട് പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തെയും നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.